ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി സ്ഥാപിച്ചത് ദേവപ്രശ്ന വിധി പ്രകാരമെന്ന റിപ്പോർട്ട്. കൊടിമരത്തിൽ അനധികൃതമായി പെയിന്റ് അടിച്ചതും ജീർണതയും ദോഷമാണെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടതോടെയാണ് പുനഃപ്രതിഷ്ഠയ്ക്ക് വഴി തുറന്നത്. ഇത് തെളിയിക്കുന്ന നിർണായക ദേവപ്രശ്ന ചാർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കണ്ണനുണ്ട് വിശദാംശങ്ങളുമായി. കണ്ണൻ, ഈ ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി സ്ഥാപിച്ചത് ദേവപ്രശ്ന വിധി പ്രകാരമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അതെ അശ്വതി, 2014 ജൂൺ 18-നാണ് ഇത്തരത്തിൽ പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം അവിടെ ശബരിമലയിൽ സ്ഥാപിക്കാൻ ദേവപ്രശ്നം നടന്നത്. ഇത് സംബന്ധിച്ചുള്ള രേഖകളാണ്, അതായത് ഇതിന്റെ ദേവപ്രശ്നത്തിലെ വിധിപ്രകാരമുള്ള ചാർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ചാർട്ടിൽ ഇപ്രകാരം ഈ കൊടിമരത്തിന് ജീർണത സംഭവിച്ചെന്ന്, ഇതിൽ നിറം മങ്ങിയെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ദേവപ്രശ്ന വിധിപ്രകാരമുള്ള ഒരു നിലപാടാണ് പിന്നീട് എടുത്തത് എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ആദ്യ സമയത്ത്, അതായത് ഈ ദേവപ്രശ്നം നടക്കുന്ന സമയത്ത് MP ഗോവിന്ദൻ നായരാണ് ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത്. അതിനുശേഷം ആ സമയത്ത് കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്തുന്ന കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല. പിന്നീട് പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഏറ്റതിനു ശേഷമാണ് ഇത്തരത്തിൽ അന്നത്തെ ദേവപ്രശ്ന വിധി പ്രകാരം പിന്നീട് കൊടിമരം മാറ്റി സ്ഥാപിച്ചത്. ഇക്കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നതാണ് എന്നും ഉള്ള വിവരങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം കൂടി കിട്ടിയതിന് ശേഷമായിരിക്കും ഈ SIT ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുക. നേരത്തെ വാജീവാഹനം ഈ തന്ത്രിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താൻ ഈ SIT സംഘം തീരുമാനിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഉള്ള ഒരു കേസ് എങ്ങനെ എടുക്കണം എന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമൊക്കെ നിലനിന്നിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കൽ വിശദമായ ഒരു വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഈ വാജീവാഹനത്തെ സംബന്ധിച്ചുള്ള കേസ് എടുക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ കൊടിമരം സംബന്ധിച്ചുള്ള ഈ ദേവപ്രശ്ന ചാർട്ട് ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പ്രത്യേക കേസായി തന്നെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്നാണ് അറിയുന്ന വിവരം. ശരി, കണ്ണൻദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി സ്ഥാപിച്ചത് ദേവപ്രശ്ന വിധി പ്രകാരമെന്നാണ് റിപ്പോർട്ട്. കൊടിമരത്തിൽ അനധികൃതമായി പെയിന്റ് അടിച്ചതും ജീർണതയും ദോഷമാണെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയതോടെയാണ് പുനഃപ്രതിഷ്ഠയ്ക്ക് വഴി തുറന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു.